ഇന്ന് രാവിലെയൊക്കെ ഒരുമാതിരി മൂടിയ കാലാവസ്ഥയാണ്. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ തെളിയും. പാൻ്റ് ഇറക്കിയിടുമ്പോൾ ഒരു കാല് മേളിൽ ഇട്ടും മറ്റോ ഇറങ്ങിയാണോ ഇരിക്കുന്നത്? ഇറക്കിയിട്ട രണ്ടും. ഞാൻ പറഞ്ഞു യൂണിഫോമിനായിട്ടുള്ള കളിയൊന്നും വേണ്ട. ഇറക്കിയിട്ട് രണ്ടും. ബുഷ് എടുത്തോടി മുടിയുടെ. ആ ബുഷ് തന്നെ താഴെ ഇടുവോ? ഇറക്കിയിട്ടിട്ട് പൊക്കെ. ഇറക്കിയിട്ടെ എവിടെ ഇട്ടു? അങ്ങനെ പിന്നെ അവിടെ ചെന്നപ്പോൾ കയറ്റിയിട്. ഞാൻ പറയാം. ഞാൻ ടീച്ചറിനെ വിളിച്ച് പറയും ഇനി. ആ സ്കൂളിൽ നാണക്കേടല്ലേ ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണിച്ചിട്ട്? ഇങ്ങനെയാണോ യൂണിഫോം ഇട്ടുകൊണ്ട് പോകുന്നത്? വേറൊരാണ് അവിടെ കിടന്ന് എന്താ കാണിക്കുന്ന പറഞ്ഞാലറിയാം. ദൈവമേ, പൗഡർ മൊത്തം എടുത്ത് കാണുന്നേ. എൻ്റെ ഈശ്വര, ഇതെന്നാ ഇതെന്നാ ഇതെന്നാ? രണ്ടെണ്ണത്തിനെ കാണാനില്ലല്ലോ. ഭയങ്കര വെയിറ്റ് ഉണ്ടോ? ഇല്ലല്ലോ. പൊക്കോ. 2 ദിവസം കഴിഞ്ഞിട്ട് താഴെ വരെയല്ലേ ഉള്ളൂ. അതും പിടിച്ചോണ്ട് താഴെ നിന്ന് നീ വൈകിട്ട് ചേട്ടായല്ലേ വിളിച്ചോണ്ട് വരുന്നേ? അല്ല ചേട്ടായിക്കാ ബാഗ് പിടിക്കാമല്ലോ. ആഹാ കൊള്ളാലോ. എന്നമ്മേ മറന്നല്ല, പട്ടീനെ എങ്ങനെ അഴിച്ചു വിട്ടാ എനിക്ക് പിടിയാ. അമ്മേ ചുച്ചു 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 ചു. കണ്ടില്ല. എന്ത് ചെയ്യണോ? വരുമായിരിക്കും. ഷാൻചേട്ടനില്ലല്ലോ. എന്ത് പറ്റി? അകത്തുണ്ടോ? അതാ പറഞ്ഞു ഈ പന്നബാഗ് നിന്റെ ഇനിയിപ്പം മഴയൊന്നും കാണിയല്ല. വെള്ളത്തിനുള്ള പിടുത്തം തുടങ്ങി. വെള്ളമൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കാനുള്ള നിർദ്ദേശം കിട്ടിയില്ലോ. നമുക്കറിയാം, ചെയ്യണമല്ലോ. മാറ്റി പോകാതിരിക്കാനുള്ള പരിപാടികളെല്ലാം നോക്കണം. പിന്നെ ഇവിടെ ഓരോരുത്തർക്കെല്ലാം ഹൗസ് കണക്ഷൻ ഉണ്ടല്ലോ. അതെങ്ങനെയാണ് മുന്നോട്ടെന്നറിയത്തില്ല. വെള്ളം ഉള്ളപ്പോൾ ഉണ്ട്, ഇനിയിപ്പോൾ ഇല്ലാത്തപ്പം എങ്ങനെയാണെന്നറിയത്തില്ലല്ലോ. അതെന്നും വരുന്നുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കപ്പലണ്ടി ചുട്ടിട്ട് കപ്പലണ്ടി ചുട്ട മണം അതിപ്പോഴല്ല വരണം. നല്ല മഴക്കാലത്താണ് ഒന്നുകൂടെ നല്ല എന്നീ കാണിച്ചേ. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കാനുള്ള ടൈമായി തുടങ്ങി. നോക്കട്ടെ. ഹൗസ് കണക്ഷനിൽ എല്ലാവർക്കും വെള്ളം ഉണ്ടോ എന്ന് അറിയത്തില്ലല്ലോ. ഹൗസ് കണക്ഷൻ എടുത്തവർക്കൊക്കെ മഴക്കാലത്ത് വെള്ളം കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമുക്കെടുക്കാൻ. വേനൽക്കാലത്ത് കിട്ടുന്നുണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണം നമുക്കെടുക്കാൻ. മഴക്കാലത്ത് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ പൂവ് ഇന്നലെ മിനിഞ്ഞാൻ നല്ല തണുപ്പായിരുന്നു. ഇന്ന് വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ. ഇന്നുമില്ല, ഇന്നലെ വൈകിട്ടൊന്നും ഇല്ലായിരുന്നു. എന്താ ഒരാൾ മാത്രം തന്നെ, ഒരാൾ. ബാക്കിയുള്ളവരൊക്കെ എന്തി? മറ്റേ 4 കോഴികളായിരുന്നപ്പോൾ ഇവിടുന്ന് മാറത്തില്ലായിരുന്നു. ഇത് ഇപ്പോൾ ഇവിടെ അരി ഇതൊക്കെ കിടന്നിട്ട് ഇതേ കുത്തി തിന്നുന്ന പോലും ഇല്ല. നോക്ക്, അരിയൊക്കെ കിടപ്പുണ്ട് ഇവിടെ. ഉണ്ടോ? സാമ്പാർ ചീര ഇഷ്ടം പോലെ അതിനകത്ത്. ആ പറമ്പിൽ ഇഷ്ടം പോലെ സാമ്പാർ ചീര. പണിക്കാർക്കുള്ള ഷെഡാന്നാണല്ലോ പറയുന്നത് ജയ. പണിക്കാർക്കുള്ള ഷെഡ് കവർ പണിയാനും മാത്രം വലിയ പില്ലറല്ല, കെട്ടിടങ്ങൾക്കുള്ള പില്ലറാണ്. പക്ഷെ ഒരു നിലയൊന്നുമല്ല, വലുതാണ് പണിയുന്നത്. കാരണം ഇമാർ ഹൈറ്റിലോട്ട് വെച്ചിട്ട് അങ്ങേയറ്റം വരെ കാണാൻ വേണ്ടിയായിരിക്കും ചിലപ്പം. അത് തന്നെയല്ല, അത് ലെവലാക്കാൻ പാടായിരിക്കും. അവിടെ എല്ലാം പാറയാണ്. അപ്പോൾ അതിനിടയിൽ കൂടെ സംഭവം ചെയ്യുക.
നല്ല സ്ഥലമാണ്, നല്ല ഐഡിയാപരമായിട്ടുള്ള കേസാണ്. ഈർമാടം പോലെ തന്നെ ആയിരിക്കും, പണിക്കാർക്കുള്ളതാണെന്നാണ് പറഞ്ഞത്. ശബരിമല വണ്ടി വരുന്നതുകൊണ്ടേ നാരായണയുടെ ബസ് പെട്ടെന്ന് നേരത്തെ കൊണ്ടുവരും. ബ്ലോക്ക് വല്ലതും വന്നാൽ താമസിക്കൂല്ലോ എന്നോർത്ത് ഡ്രൈവർ ചേട്ടൻ എന്നെ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു പെട്ടെന്ന് നേരത്തെ ഇറങ്ങും, അതുകൊണ്ട് അവള് പോയി കാണും. മനസ്സിലായോ? പോയി കാണും, അറിയത്തില്ല. ഇത് ഏതാണോ സ്ഥലം? എന്നും ഈ കോള് വരും, എനിക്ക് എടുക്കാനൊന്നും പറ്റത്തില്ല. ഈ കൊച്ചിനെ കൊണ്ട് പോകുന്ന വഴിക്ക് ഞാൻ കോൾ എടുക്കാൻ പോകും. ആരാണ് ഇവിടെ നിൽക്കുക? അവളുടെ ബസ് പോയിട്ടുണ്ടാവും. ആ ചേട്ടൻ പറഞ്ഞായിരുന്നു അവൾ ബസ് ഇച്ചിരി നേരത്തെ പോകും, ബ്ലോക്കൊക്കെ ഉണ്ട്, അയ്യപ്പന്മാരുള്ളതുകൊണ്ട് ബ്ലോക്കൊക്കെ വന്നാൽ താമസിക്കാതിരിക്കാൻ വേണ്ടി ഇച്ചിരി നേരത്തെ പോകുന്നു. അങ്ങനെ ഇവൾ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു, ഇവളവിടെ നിൽക്കുക. എന്റെയോ പിള്ളേരുടെ പേരെന്താ? ആദിത്യനും ആദിയേശു. കേട്ടോ, ആദിയേശു പോകാൻ ഒരുങ്ങുന്നു, ആദിത്യനും ഒരുങ്ങുന്നു പോകാൻ. ഇന്ന് പഠിത്തം ഉണ്ടായിരുന്നു. പൊക്കോട്ടെ. ആദിയേശു അവിടെ കാപ്പി കുടിക്കുന്നു, പോകാനേ. അപ്പ ഞാൻ രാവിലെ കാപ്പി കുടിക്കുന്ന മതിയോ? നിന്റെ വണ്ടി പോയി കാണുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ആ ചേട്ടൻ മണ്ട പറഞ്ഞ കേട്ടോ. കാരണം അവർ ഈ ബ്ലോക്ക് ഉള്ളതുകൊണ്ട് നേരത്തെ പോകുമെന്ന് പറഞ്ഞു, നേരത്തെ എടുക്കുമെന്ന് പറഞ്ഞു വണ്ടി. അയ്യപ്പൻ വണ്ടി ഉള്ളതുകൊണ്ട്. പക്ഷെ ഇന്ന് വണ്ടി തിരക്കില്ലല്ലോ. ശബരിമല വരെ വിട്ടാലോ നാളെ? ഇപ്പോൾ ശനിയും ഞായറും ശബരിമല തിരക്കില്ലാത്ത. സാധാരണ ശനിയും ഞായറും ഭയങ്കര തിരക്കാന്ന് പറഞ്ഞാൽ ആരും വരികയില്ല, അപ്പം ആരും കാണത്തില്ല. ഇന്നലെ ഞാൻ തോന്നുന്നു ആരും ഇല്ല. ആരാടി? അറിയത്തില്ല, വേണ്ട. സിനോ അല്ല, സിനി ആൻറ്റോ. 40 ആയാലും മതി. 50 പോത്തുള്ളൂ. അപ്പം 4:45 വരെ നോക്കണം. അത് രണ്ടും ഒരാളാടി. വണ്ടി വന്നു, വാ എന്നാ പൊക്കോ, നീ പൊക്കോ. വണ്ടി ഓടിക്കുന്നത് ഇവിടെ പോവോ? ആരാ ഓൺ അടിക്കുന്നത്? കൈ കിട്ടും. ഇന്ന് ശബരിമല വണ്ടികൾ കുറവാണല്ലോ. സൂര്യൻ ചെറുതായിട്ടൊരു മങ്ങിയ വെളിച്ചത്തിൽ കാണാം. ഈ മലയാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. പിന്നെ മുകളിൽ വെച്ച് ടവർ കാണുന്നതിന് കുറച്ചിത്ര. സൂര്യൻ്റെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ്, വരാൻ പറ്റുന്നില്ല, മൂടി നിൽക്കുക.
ഇന്നലെ ഒരു വെയിൽ തെളിഞ്ഞെങ്കിലും ഇന്ന് അതിൻ്റെ യാതൊരു ലക്ഷണവുമില്ല. ഫുൾ മൂടലാണ്, ഇരുണ്ട് മൂടിക്കിടക്കുക സ്ഥലം നമ്മൾ. പക്ഷെ മഴയൊന്നുമില്ല, ഇങ്ങനൊരു മഞ്ഞ് മൂടിയ ഒരവസ്ഥയാണ്. അതൊക്കെ ചുമ്മാ മഞ്ഞ് പോലൊരു അവസ്ഥ. മഴയില്ല, വെയിലുമില്ല, മൂടിക്കെട്ടിയ കാലാവസ്ഥ. ഈ കാലാവസ്ഥയിലൊക്കെ സോളാർ ചെറിയ രീതിയിൽ ചാർജ് ആകുന്നുണ്ട്. നമ്മളത് കൂടുതൽ ആവശ്യത്തിൽ കൂടുതൽ വെച്ചേക്കുന്നതുകൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും ചാർജ് ഈ സമയത്തൊക്കെ ഒരു ശകലം പോലും ചാർജ് ആകത്തില്ല. ഇതിപ്പം നമ്മൾ ഏകദേശം ഒരു 500-ൻ്റെയൊക്കെ വെച്ചിട്ടുണ്ട്. അത്രയും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ചാർജൊക്കെ കുഴപ്പമില്ല നിൽക്കുന്നു. എന്നാലും ഇപ്പോൾ ഒരു 13 വോൾട്ടൊക്കെ കാണേണ്ടതാണ്. ഇതിൻ്റെ ഒരു ചാർജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 13-ന് മുകളിൽ വരണ്ട. പക്ഷേ 12.5 ഉള്ളൂ. 12 മണി കഴിഞ്ഞപ്പോഴത്തേനും ചെറിയ വെയിലൊക്കെ വരുന്നുണ്ട്. വലിയ കാര്യമൊന്നുമില്ല, ശക്തിയൊന്നുമില്ല, തണുത്ത വെയിൽ. പക്ഷെ മുണ്ടക്കകത്തോട്ട് പോയാൽ തണുപ്പായിരിക്കുമല്ലോ, കേട്ടോ, ചൂടായിരിക്കും. ജയ്ക്ക് പല്ലുവേദന. അറിയാവുന്ന പണിയെല്ലാം നോക്കിയിട്ട് രക്ഷയില്ല. പല്ലുവേദന എടുത്തിട്ട് വയ്യ. അതുകൊണ്ട് പല്ലെടുക്കാൻ വേണ്ടി, പല്ലുവേദന ഭയങ്കര, അതിനെടുക്കാൻ വെച്ച് ഗവൺമെൻറ് ആശുപത്രി ചെന്ന് പറഞ്ഞായിരുന്നു ഒന്നിലെടുക്കാൻ പറ്റുമെങ്കിൽ റൂട്ട് കനാൽ ചെയ്യണമെന്ന് പറഞ്ഞു. ഓ, ആ പല്ല് പകുതിയും പോയിരിക്കുക, ഒരു കനാലും വേണ്ട. അങ്ങ് പോയി എടുത്താൽ ഒരു രക്ഷയില്ല, സഹിക്കാൻ പറ്റുന്നില്ലാത്ത വേദന. കാക്കക്കുരു കേൾക്കുന്നു, കാക്കമ്മ ഓർക്കുന്നു. കാക്കമ്മയായിരുന്നു, എന്താണ് കാക്കമ്മയായിരുന്നു ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നേ. കാപ്പിക്കുരുവൊക്കെ ഉണക്കാനൊക്കെ വെച്ച് കുത്തി വറുത്ത് പൊടിച്ച്. ഇപ്രാവശ്യം അമ്മ ശ്യാമവും പിന്നെ അതൊക്കെ ചെയ്തു കേട്ടോ. പണ്ട് ഇങ്ങനെ കാക്കമ്മയുടെ ഡ്യൂട്ടികളായിരുന്നു ഇതൊക്കെ. ഞാനേ അതിനെ പറ ആണോ? കുടുംബശ്രീയിലെ ക്യാഷ് അടയ്ക്കണമായിരുന്നു. അത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അടച്ച് ഇനിയിപ്പം കേരള വാട്ടർ അതോറിറ്റി അവിടെ അമ്മായിയുടെയൊക്കെ കാശ് അടയ്ക്കണമായിരുന്നു. അമ്മായി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പൈസ അടയ്ക്കണം. ഒരു ചോറുള്ളതുകൊണ്ട് ചോറൂണ് കഴിഞ്ഞിട്ട് അടയ്ക്കാമെന്ന് വെച്ചു. എനിക്ക് 3 മണിക്ക് പല്ലെടുക്കുന്നവർക്ക് തന്നാൽ മതി. 3 മണിയാകുമ്പോഴാണ്. ഇപ്പം ഇച്ചിരി കുറഞ്ഞേ, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അങ്ങോട്ട് തുടങ്ങും വേദന. അമ്മായി കുറച്ച് നാളായിട്ട് ഇതിൻ്റെ പൈസ അവർ വെള്ളം എടുക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് പൈസ അടയ്ക്കുന്നില്ല. അത് ഒരുമിച്ച് പൈസ അടയ്ക്കണം, അല്ലെ കട്ട് ചെയ്തില്ല വീണ്ടും പൈസ ആവുന്നത്. അതുകൊണ്ട് ക്യാഷ് അടയ്ക്കാൻ വേണ്ടി അമ്മായി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അമ്മായിയുടെ മരുമോൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പൈസ. അപ്പോൾ അതങ്ങ് അടച്ചിട്ട് പോയേക്കാമെന്ന് വെച്ചു. കോഴി
അസുഖമൊന്നും എത്തത് മാത്രമല്ല, ഇടയ്ക്ക് കീരിയും പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ പപ്പൊക്കെ അവിടെ കിടക്കുന്നു. നമുക്ക് ഇത്ര എണ്ണം ഉള്ളതുകൊണ്ട് അഴിച്ചു വിടാതെ പിടിച്ചിട്ട് വളർത്താനും പറ്റത്തില്ല. അന്നേരം എല്ലാത്തിനും അസുഖം വരും. അന്നേരം തുറന്നു വിട്ടാൽ പറ്റത്തുള്ളൂ. തുറന്നു വിട്ടാൽ ഇടയ്ക്ക് കീരി കയറി വരുന്നുണ്ട്. നമ്മളറിയത്തില്ല. നമ്മൾ അതിലൊക്കെ പോകുമ്പോഴേ ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നു. ഇന്ന് ഇപ്പോൾ അനക്കമൊന്നും ഇല്ലായിരുന്ന സമയത്ത് ചെറിയൊരു സംശയം തോന്നി വന്ന് നോക്കിയതാണ്. പട്ടീനെ അഴിച്ചോട്ടെ പോകാൻ പുറകെ നിന്ന് അവിടെ നോക്കിയപ്പോൾ അവിടെ അതിൻ്റെ കുറച്ച് പീസൊക്കെ കിടക്കുന്നു, ചിറകൊക്കെ. അത് മൊത്തത്തിൽ അങ്ങനെ അടയ്ക്കാനും പറ്റിയല്ല. എല്ലാവരും അതുകൊണ്ട് ഇപ്പം മേളിലൊക്കെ കയറിയിരിക്കുക, നിർത്തയിലൊക്കെയാണ്. ആകാശം മൊത്തം മൂടല, ഒന്നും ക്ലിയർ അല്ല. മേടിക്കാ ഓ പള്ളിക്കാരെ ഇവിടെ വല്ല വൃത്തിയാക്കിയുണ്ടോ സൈഡ് വഴി? എനിക്ക് തോന്നുന്നു മറ്റേ ബിൽഡിങ് പണിയാനാന്ന് തോന്നുന്നു. ഫുൾ അങ്ങ് വരെ ഇത് വാടകയ്ക്ക് കൊടുത്താൽ നല്ല കാശാ. റോഡ് സൈഡുവാ, ഹൈവേ. എന്നാക്കര ഇറക്കാനാണോ പോയേക്കുന്നത്? പല്ലെടുത്തിട്ട് വരച്ചിരിക്കുക. വരപ്പ് പോകാറായി, വേദന എടുക്കാൻ തുടങ്ങി. പല്ലെടുത്ത് എന്നാത്തിന് പോയതാ? ഒരു ദിവസമെങ്കിലും ആക്രി കടയിൽ പോയി ഉപ്പ് വെച്ചില്ലേ പറ്റില്ലല്ലേ? എന്നാണോ പാറയിലായതുകൊണ്ട് ചുവട്ടിലൊന്നും ചെയ്യാതെ മേളിലോട്ട് ചെയ്യാനാ. കാരണം ചൂട് നിരപ്പാക്കണമെങ്കിൽ വൻ പണിയാണ്. പില്ലറടിച്ച് മേളിൽ പണിയാണോ അത്രയും പാടില്ല. പല്ലില്ലാത്ത ചെയ്യാ അനങ്ങാൻ പറ്റുന്നുണ്ട്. ചേട്ടാ പല്ല് വെച്ച് തരാന്ന് പറഞ്ഞോണ്ട് എൻ്റെ ഒരെണ്ണം പറിച്ച് നിനക്ക് തരാം. ഓ വേണ്ട, എല്ലായിടത്തും ഒന്നും യാദൃശ്യമായിട്ട് ഞങ്ങൾ അവിടെ ആരെയും കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഹൈദരാബാദിന് പോയപ്പം വീട്ടിൽ വന്ന് രാജേട്ടൻ്റെ കാമുകിമാരും അല്ലാണോ ഉദ്ദേശിച്ചത്? പല്ലെടുത്ത് മോനെ, പല്ലെടുത്ത് ശ്യാമളമ്മേ. ഹലോ,
കേക്കാവോ? കല്ലെടുത്തു. ഒന്നേ വെള്ളത്തിലായിരുന്നു അത്. അതൊക്കെ ഒന്ന് എടുക്കണം. കാക്കച്ചിനെ വെള്ളത്തിലാത്ത അടുത്തൊന്ന് കളയണം. കളഞ്ഞു. ചേട്ടാ വന്നായിരുന്നു. എവിടെ പോവാ? നടക്കാനോ? ഇവിടം വരെ പോവും. മുട്ടായി മേടിക്കാനോ? മുട്ടായി തരാന്ന് പറഞ്ഞാൽ നീ ഇവനെ പറ്റിച്ചു കൊണ്ടുപോവല്ലേ? ഞാൻ പോവാണ്. നീ വരുന്നുണ്ടോ? നീ വരുന്നുണ്ടോ? വാ, ഞാൻ പോവാ. ഇല്ല, സെറാപ്പി എന്നിട്ടോ? ബീറ്റിയോ? വാ 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 വാ, അതിനകത്ത് കയറിപ്പോ. വേണം 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 വേണം. ഇവിടെ എനിക്ക് വണ്ടി പോട്ടെ. ഇല്ല, എടുത്തോ, എന്നാ പോണ്ട. ഇവിടെ
വാർക്കാനുള്ള തട്ടടിക്കുക. വാർക്കാനുള്ള തട്ടടിക്കുക. വാർക്കാൻ തട്ടടിക്കുക. ഏ പഞ്ഞിയോ? കഞ്ഞിയോ? തട്ട് തട്ട് അടിച്ച് വാർക്കുക. കഞ്ഞി വാർക്കുമല്ല, നമ്മുടെ കെട്ടിടം വാർക്കുന്നില്ല. അതെ, സിമെൻ്റ് ഇട്ട് ആ പരിപാടി. പിള്ളേർ വെച്ച് അവരെന്തോ മുറിക്കുന്ന വെച്ചായിരുന്നു. അതെ, ഡ്രില്ലറുണ്ടെങ്കിൽ കട്ടർ. ഡ്രില്ലറില്ല, കട്ടറിനും ഡ്രില്ലറിനും ചെറിയ വെച്ചാൽ ജയമ വീട്ടിലുണ്ട്. പല്ലൊക്കെ പറിച്ച് കൊടുക്കും. ഏത് വാതില്? വാതിൽ അല്ല, വാതിലാ. ജയത് എവിടെ വന്നിപ്പോണ്ട്? പെട്ടെന്ന് കയറിപ്പോ. അവൾ അങ്ങോട്ട് ഇപ്പം വരും. ഇപ്പം വരും. ചേമ്പ് ഉണ്ടാക്കിയില്ല, നാളെ ഉണ്ടാക്കാന്ന്. അമ്മയ്ക്ക് അത് പല്ല് എടുത്തിട്ട് അമ്മയ്ക്ക് മര്യാദ കൊച്ചിന് ചേമ്പ് ഉണ്ടാക്കടി എന്ന് പറഞ്ഞാണോ മര്യാദയ്ക്കോ? ഞാൻ പറഞ്ഞ എൻ്റെ പല്ലുവേന എടുത്തുകൊണ്ട് അപ്പയ്ക്കാ വേദന. പല്ലെടുത്തോണ്ട് ചെരുപ്പ് തിരിച്ചിട്ട് നടക്കാൻ ഡിപ്ലോമ എടുക്കുന്ന ആളവള്. ഇന്ന് ഇട്ടോന്നും അറിയത്തില്ല. ആ ആ ആ ചെരുപ്പ് നേരെയാണോ? അല്ലേ, ചെരുപ്പ് വരാതെ ചെരുപ്പ്